സോ അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ് CSIT റിലേറ്റഡ് ബ്രാഞ്ചിലെ കുട്ടികൾ പഠിക്കുന്ന ഗ്രൂപ്പ് എ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഓൺലൈനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിമിറ്റ്സ് എന്താണെന്ന് പഠിച്ചു, ലിമിറ്റ്സിലെ ഡെഫിനിഷനും കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു, ലിമിറ്റിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി, ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് ഫോംസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇൻഡിറ്റർമിനേറ്റ് ഫോം വരുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള സിംപ്ലിഫിക്കേഷൻ വരുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ലിമിറ്റ്സിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു 20 ചോദ്യങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കും, 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കും. അപ്പോൾ അതോടുകൂടി ലിമിറ്റ് കംപ്ലീറ്റ് ആവും. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്നിട്ട് കണ്ടിന്യൂറ്റി സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് പ്രവേശിക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 1, ലിമിറ്റ് എക്സ് ടെൻസ് ടു -2 √4x² - 3. അപ്പോൾ ഇതെല്ലാം തോമസ് കാൽക്കുലസ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങൾ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതാണ് നിങ്ങളുടെ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്. പരീക്ഷയ്ക്കും അവിടെ നിന്ന് തന്നെയായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നേരിട്ട് ലിമിറ്റ് കൊടുക്കുക അല്ലേ. എക്സിന് -2 കൊടുത്താൽ എന്താണ് വരിക, √4 × എക്സിന് -2 കൊടുത്താൽ -2ൻ്റെ സ്ക്വയർ എടുക്കണം, -3. ശരിയാണല്ലോ. സോ √4 × -2ൻ്റെ സ്ക്വയർ എന്താണ്, 4 ആണ്, +4 ആണ് അല്ലേ. -2 സ്ക്വയർ എടുത്താൽ +4 ആണ് കിട്ടുക, -3. ബോഡ്മാസ് റൂൾ പ്രകാരം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ അല്ലെ. ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ, ഇതാണ് ബോഡ്മാസ് റൂൾ. ശരിയല്ലേ. ഈ 4ൽ നിന്ന് 3 കയറി ആദ്യം കുറയ്ക്കല്ലേ, എന്നിട്ട് 4 കൊണ്ട് ഗുണിച്ച് √4 2 എഴുതുന്നവരുണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ബോഡ്മാസ് റൂൾ പ്രകാരം ആദ്യം മൾട്ടിപ്ലിക്കേഷൻ, 4 16 -3, 16ൽ നിന്ന് 3 കുറച്ചാൽ എന്താണ് കിട്ടുക, 13 ആണ് കിട്ടുക. ശരിയല്ലേ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. രണ്ടാമത്തെ ചോദ്യം, ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ദ മോസ്റ്റ് പ്രെഡിക്റ്റബിൾ എന്ന പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, മസ്റ്റായിട്ട് ചെയ്ത് പഠിക്കണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, യെസ്, എൻട്രൻസ് ഒക്കെ പഠിച്ചു വന്നവർക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ, ഇവൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം കിട്ടുന്ന ചോദ്യങ്ങൾ കാണുമ്പോൾ ലോപ്പിത്താൽ ചെയ്യാനുള്ള, എൽ ഹോസ്പിറ്റൽസ് റൂൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അത് ചെയ്യണ്ട, അല്ലാണ്ട് സിംപ്ലിഫൈ ചെയ്ത് തന്നെ ആൻസർ ചെയ്യാം. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കാണ് ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലോപ്പിത്താൽ റൂൾ നിങ്ങൾക്ക് അറിയാം, ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ ആൻഡ് അപ്ലൈ ദ ലിമിറ്റ് അണ്ടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ് അല്ലേ. ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ സെപ്പറേറ്റ്ലി ആൻഡ് അപ്ലൈ ദ ലിമിറ്റ് അണ്ടിൽ ഇൻഡിറ്റർമിനേറ്റ് ഫോം വാനിഷസ്. ഇതാണ് ലോപ്പിത്താൽ റൂൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഡെറിവേറ്റീവ് എന്നുള്ളൊരു കൺസെപ്റ്റ് വരുന്നുണ്ടല്ലോ. നമ്മുടെ സിലബസ് പ്രകാരം ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷന് ശേഷം കണ്ടിന്യൂറ്റിക്ക് ശേഷമാണ് ഡെറിവേറ്റീവ് വരുന്നത്. അപ്പം ലിമിറ്റ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ട, മറ്റുള്ള മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷൻസ് വഴി ഈ പറയുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ നിന്ന് രക്ഷപ്പെട്ട് നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, അതെപ്പോഴും മനസ്സിലുണ്ടാവണേ. ഈവൻ എൻട്രൻസ് പഠിച്ചു വന്നവർക്ക്, നിങ്ങളുടെ NCERT-യിൽ എൽ ഹോസ്പിറ്റൽസ് നിങ്ങൾ പഠിക്കുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് എൻട്രൻസ് പഠിച്ചവരുണ്ടാവുമല്ലോ, അതായത് കീം എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നവരുണ്ടാവും. അത് അങ്ങനെ വന്നവർ എൽ ഹോസ്പിറ്റൽസ് പഠിച്ചിട്ടുണ്ടാവും, എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് അത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ ചെയ്യേണ്ട, അല്ലാണ്ട് സിംപ്ലിഫൈ ചെയ്ത് തന്നെ ആൻസറിലേക്ക് വരാം. പിന്നെ എൽ ഹോസ്പിറ്റൽസ് സ്റ്റെപ്പും കുറവാണ്, നമുക്ക് സ്റ്റെപ്പ് മാർക്ക് വേണമല്ലോ. സ്റ്റെപ്പ് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ഒരു കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ ഏത് മെത്തേഡാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്, ഒരു കോൺജുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ. അങ്ങനെ പറയുന്നത് ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. റാഷണലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈവൻ ഈ ഒരു വാക്ക് തന്നെ നമുക്ക് ഉപയോഗിക്കാം, പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് ഇപ്പോൾ ഒരു √x + സംതിങ് ഒരു √a ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ റാഷണലൈസ് ചെയ്യാന്നൊക്കെ പറയും. അതായത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ √x + √a ഇതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഈ പ്ലസ് മാറ്റിക്കൊണ്ട് മൈനസ് ആക്കുക. അപ്പോൾ എന്താണ്, ഈ √x - √a എന്ന് വരും. ശരിയല്ലേ. അപ്പോൾ ഈ സാധനത്തിൻ്റെ കോൺജുഗേറ്റ് ആണിത്. √x - √aയുടെ കോൺജുഗേറ്റ് ആണ് തിരിച്ച് √x + √a എന്ന് വരും. ശരിയല്ലേ. അപ്പോൾ ഇതാണ് അവിടുത്തെ സംഭവം എന്ന് പറയുന്നത്. ആ കോൺജുഗേറ്റ് കൊണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് സിംപ്ലിഫൈ ചെയ്ത് മുകളിലും താഴെയും 0 ഉണ്ടാക്കുന്ന ആരോ ഒരാൾ അവിടെ ക്യാൻസൽ ആയി പോകും. ഓക്കെ, അന്നേരം നമുക്ക്
നോൺ സീറോ ആയിട്ടുള്ള ഒരു ഉത്തരത്തിലേക്ക് വരും. നോൺ സീറോ എന്നല്ല, സീറോ ഈസ് ആൻ അക്സെപ്റ്റബിൾ സൊല്യൂഷൻ. ഇൻഡിറ്റർമിനേറ്റ് ഫോം അല്ലാത്ത, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ട 7 ഫോമുകൾ ഉണ്ടല്ലോ, 0/0, ഇൻഫിനിറ്റി പോലെയുള്ള ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ വരാതെ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ വരും. ഓക്കെ, എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ അപ്പം നിങ്ങൾ പറഞ്ഞേ, ഈ പറയുന്ന റൂട്ട് x² പ്ലസ് 100 മൈനസ് 10, ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ ഈ മൈനസ് മാറ്റി എന്താക്കുക, പ്ലസ് ആക്കുക. ശരിയല്ലേ? ഇപ്പോൾ റൂട്ട് x² പ്ലസ് 100 പ്ലസ് 10 എന്ന് പറയുന്നതാണ് ഇതിന്റെ കോഞ്ചുഗേറ്റ്, ഈ സാധനത്തിന്റെ കോഞ്ചുഗേറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ചോദ്യം എങ്ങനെ മാറുമോ നോക്കിക്കേ. ലിമിറ്റ് x ടെൻസ് ടു 0 റൂട്ട് x² പ്ലസ് 100 മൈനസ് 10 അവിടെ ഉണ്ട്, താഴെ ഒരു x² ഉണ്ട്. ഇത്രയൊക്കെയാണ്. ഇനി ഞാൻ കോഞ്ചുഗേറ്റ് മുകളിലും താഴെയും കൊടുക്കാൻ പോകാം. എന്തിനാ മുകളിലും താഴെയും കൊടുക്കുന്നത്? ഇക്വേഷൻ ബാലൻസ്ഡ് ആവാൻ വേണ്ടി. ചുമ്മാ ഒരാളെ നമുക്ക് മുകളിൽ മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ പറയുന്ന റൂട്ട് x² പ്ലസ് 100 പ്ലസ് 10 അതാണ് അതിൻ്റെ കോഞ്ചുഗേറ്റ്. അത് ഞാൻ മുകളിലും കൊടുത്തു, അതേ സെയിം സാധനം ഞാൻ എവിടെയും കൊടുക്കുകയാണ്, താഴെയും കൊടുക്കുകയാണ്. ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. റൂട്ട് x² പ്ലസ് 100 പ്ലസ് 10. സോ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ന്യൂമറേറ്റർ ഒരു പക്ക റിസൾട്ട് ഫോമിലാവും, ഒരു ഐഡന്റിറ്റി, ഒരു സർവ്വസമവാക്യത്തിന്റെ രൂപത്തിലാവും. എന്താണത്? അത് a-b ഇൻറ്റു a+b എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ a+b ഇൻറ്റു a-b എന്ന് പറയുന്നതാണ്. സംഭവം നമുക്കറിയാം, a² മൈനസ് b² ആണ്. ശരിയല്ലേ? അതൊന്ന് അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞേ. ലിമിറ്റ് x ടെൻസ് ടു 0 a² എന്ന് പറഞ്ഞാൽ ആ റൂട്ട് ഉള്ള ടേമിന്റെ സ്ക്വയർ ആണ്. ശരിയല്ലേ? റൂട്ട് x² പ്ലസ് 100ന്റെ സ്ക്വയർ മൈനസ് b² എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ക്വയർ. ശരിയാണല്ലോ? a-b ഇൻറ്റു a+b, എയും സ്ക്വയർ എടുക്കണം മൈനസ് ബിയും സ്ക്വയർ എടുക്കണം, ഡിവൈഡഡ് ബൈ x² ഇൻറ്റു, ശ്രദ്ധിച്ചെഴുതണേ, റൂട്ട് x² പ്ലസ് 100 പ്ലസ് 10 എന്ന് വരും. ഓക്കെ, ആ കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നിങ്ങൾ നോക്കുക, റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് x ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നാൽ അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ അത് പ്രകാരം എന്താണ് വരിക? ലിമിറ്റ് x ടെൻസ് ടു 0, ആ സ്ക്വയറും റൂട്ടും ക്യാൻസലായി, ബാക്കി x² പ്ലസ് 100 ഉണ്ടാവും. ശരിയാണല്ലോ? സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി x² പ്ലസ് 100 ഉണ്ടാവും, മൈനസ് 10ന്റെ സ്ക്വയർ എത്രയാണ്? 100, ഡിവൈഡഡ് ബൈ x² ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ റൂട്ട് x² പ്ലസ് 100 പ്ലസ് 10 എന്ന് വരും. ശരിയാണല്ലോ? ഇനി നിങ്ങൾ നോക്കിക്കേ, അവിടെ പ്ലസ് 100 മൈനസ് 100 ക്യാൻസൽ ആവും. ബാക്കി എന്താണ് വരിക? ലിമിറ്റ് x ടെൻസ് ടു 0, മുകളിലൊരു x² ഉണ്ട്, താഴെ x² ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ റൂട്ട് x² പ്ലസ് 100 പ്ലസ് 10 ഉണ്ട്. സെറ്റാണേ? ഇനി നമുക്ക് എന്തൊക്കെ വെട്ടാം? x² ക്യാൻസൽ ചെയ്യാം. ഇനി നമുക്ക് ധൈര്യമായിട്ട് ലിമിറ്റ് കൊടുക്കാം. ആ കാണുന്ന x² മുകളിലും താഴെയും 0 വരുത്തുന്നത്. ശരിയല്ലേ? ആ ക്യാൻസലേഷൻ മുൻപ് നമ്മൾ ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ മുകളിലും താഴെയും 0 ആയാൽ, അപ്പം മുകളിലും താഴെയും 0 വരുത്തുന്ന ആൾ പോയി. ഇനിയിപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് ലിമിറ്റ് കൊടുക്കാം. ശരിയല്ലേ? മുകളിൽ ഇനി 1 ഉള്ളൂ, താഴെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 0² 0 ആണ്. 0 പ്ലസ് 100 എന്ന് പറഞ്ഞാൽ 100 വരും, പ്ലസ് 10. ഓക്കെ, സോ 1 റൂട്ട് 100 10 ആണ്, പ്ലസ് 10. സോ 1/10 പ്ലസ് 10 എത്രയാണ്? 20. സോ 1/20 ആണ് ആൻസർ വരും. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് വൺ ഓഫ് ദ പ്രെഡിക്റ്റബിൾ, അതായത് പരീക്ഷയ്ക്ക് നമ്മൾ ഏറ്റവും മുൻഗണന കൊടുത്ത് പഠിക്കേണ്ട ലിമിറ്റിലെ ഒരു ചോദ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ആ ചോദ്യം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ചോദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റ് x ടെൻസ് ടു -3 x² മൈനസ് 13. എക്സിന്റെ പ്ലേസിലോട്ട് എന്ത് കൊടുക്കുക? -3 കൊടുക്കുക. -3യുടെ സ്ക്വയർ -13. ഓക്കെ ആണേ? -3 സ്ക്വയർ എടുത്താൽ എന്താവും? 9 ആവും. ശരിയാണല്ലോ? -13. 9, 10, 11, 12, 13. 9 4 ആണ് 13. ശരിയല്ലേ? സോ വലുത് 13 ആയതുകൊണ്ട് -4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ലിമിറ്റ് x ടെൻസ് ടു 2 -x² പ്ലസ് 5x മൈനസ് 2. ഓക്കെ, ഇവിടെ എക്സിന്റെ പ്ലേസിലോട്ട് 2 കൊടുക്കുക. മൈനസ് ഉണ്ട്, മൈനസിന് സ്ക്വയർ ഇല്ല, എക്സിന് മാത്രം സ്ക്വയർ ഉള്ളൂ. അപ്പോൾ ഇവിടെ എക്സിന് 2 കൊടുക്കുമ്പോൾ 2ന് മാത്രം സ്ക്വയർ കൊടുത്താൽ മതി. ബ്രാക്കറ്റ് ഇടുകയാണെങ്കിൽ 2ന് മാത്രം. ഓക്കെ, പ്ലസ് 5 ഇൻറ്റു എക്സിന് പകരം 2 കൊടുക്കുക, -2. അപ്പം മൈനസ് അതേപോലെ തന്നെ ഉണ്ട്, 2ന്റെ സ്ക്വയർ 4. പലർക്കും വരുന്നൊരു മിസ്റ്റേക്ക് ആ മൈനസും കൂടെ സ്ക്വയർ എടുത്ത് പ്ലസ് ആക്കും എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യരുത്. ഇപ്പം 2ന്റെ സ്ക്വയർ 4, 2 5 10 -2.
എന്താണ് വരിക? 10 -4 -2 -6 ശരിയാണല്ലോ. 10ൽ നിന്ന് 6 കുറച്ച് 4 ആൻസർ വരിക. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 5ാമത്തെ ചോദ്യം. ലിമിറ്റ് t tends to 6 8 into t minus 5 into t minus 7. So that is 8 into tക്ക് വരും എന്ത് കൊടുക്കുക? 6 കൊടുക്കുക. 6 minus 5 into 6 minus 7 എന്ന് വരും. ഓക്കെ. സോ ദാറ്റ് ഈസ് 8 into 6ൽ നിന്ന് 5 കുറച്ച് 1, 6ൽ നിന്ന് 7 കുറച്ച് -1. ഓക്കെ അല്ലേ? ആൻസർ എന്താണ്? -8 ആൻസർ വരും. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 6ാമത്തെ ചോദ്യം. ലിമിറ്റ് t tends to 2 2x plus 5 by 11 minus x cube. tക്ക് പകരം 2 കൊടുക്കുക അല്ലേ? 2 into 2 plus 5 divided by 11 minus 2 cube എന്ന് വരും. ശരിയാണല്ലോ. 2 into 2 4 ആണ്. 4 plus 5 divided by 11 minus 2 cube എത്രയാണ്? 8. ഓക്കെ. 5 4 9. 11ൽ നിന്ന് 8 കുറച്ചാൽ 3. 9/3 എത്രയാണ്? 3 ആൻസർ വരും. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ 7ാമത്തെ ചോദ്യം നോക്കോളൂ. ലിമിറ്റ് x ടെൻസ് ടു -12 4x into 3x plus 4 whole square. ഇതെല്ലാം പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുള്ളതാണ് ടെക്സ്റ്റിൽ. സോ 4 into എക്സിൻ്റെ പ്ലേസിൽ -12 കൊടുക്കാം. 3 into എക്സിൻ്റെ പ്ലേസിൽ -12 പ്ലസ് 4 ഹോൾ സ്ക്വയർ. സോ ഇവിടെ 2ഉം 4ഉം നമുക്ക് ക്യാൻസൽ ചെയ്താൽ 2 വരും. സോ ദാറ്റ് ഈസ് -2 into 3 into -12 എന്ന് പറഞ്ഞാൽ -3/2 പ്ലസ് 4 ഹോൾ സ്ക്വയർ. സോ -2 into മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. -3 പ്ലസ് 2 into 4 അല്ലേ? 3 into -3 into 1 -3 2 into 4 8 ഡിവൈഡഡ് ബൈ 1 into 2 2 മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഹോൾ സ്ക്വയർ. സെറ്റ് ആണല്ലോ. സോ -2 into 8ൽ നിന്ന് 3 കുറച്ച് 5 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. സോ -2 into 5ൻ്റെ സ്ക്വയർ 25, 2ൻ്റെ സ്ക്വയർ 4, 2 4 വെട്ടി 2 മൈനസ് 25ൻ്റെ പകുതി 12.5. സോ -12.5 ആൻസർ വരും. സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നോട്ട് പോവാം. 8ാമത്തെ ചോദ്യം നോക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 8. ലിമിറ്റ് y ടെൻസ് ടു -3 5 minus y ഹോൾ റൈസ് ടു 4/3. വൈക്ക് വരെ എന്ത് കൊടുക്കുക? -3 കൊടുക്കുക. 5 മൈനസ് വൈക്ക് പകരം -3. ഓൾറെഡി അവിടെ ഒരു മൈനസ് ഉണ്ട്. വൈക്ക് പകരം -3 ആണ് കൊടുക്കുന്നത്. ഹോൾ റൈസ് ടു എന്താണ്? 4/3. സോ ദാറ്റ് ഈസ് 2 മൈനസുകൾ ചേർന്ന് പ്ലസ് ആവും. 5 + 3 ആവും. ഹോൾ റൈസ് ടു 4/3. 5 + 3 എത്രയാണ്? 8 റൈസ് ടു 4/3. ഓക്കെ. ഇതെങ്ങനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാം? ഇത് നിങ്ങൾക്ക് നേരെ കാൽക്കുലേറ്ററിൽ അടിച്ചാൽ നിങ്ങൾക്ക് ആൻസർ 16 കിട്ടും. ഓക്കെ. കാൽക്കുലേറ്ററിൽ കൊടുക്കുക. ആൻസർ 16 കിട്ടും. 8 റൈസ് ടു 4/3 കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുക. ഇനി അതെങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യാമെന്ന് ജസ്റ്റ് ഒന്ന് വേണേൽ കാണിച്ചു തരാം. 8 റൈസ് ടു 4/3 വരികയാണെങ്കിൽ നമുക്ക് അതിനെ 8 റൈസ് ടു 1/3 ഹോൾ റൈസ് ടു 4 എന്ന് എഴുതാൻ പറ്റും. ശരിയാണല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് a റൈസ് ടു m റൈസ് ടു n എന്താണ്? a റൈസ് ടു mn ആണ്. അത് പ്രകാരം 8 റൈസ് ടു 1/3 റൈസ് ടു 4 വന്നാൽ 4 into 1/3 4/3 ആവും. ശരിയല്ലേ? ഇനി x റൈസ് ടു 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് എക്സ് ആണ് അല്ലേ? എനി നമ്പർ റൈസ് ടു 1/3 ഈസ് ക്യൂബ് റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ. എനി നമ്പർ റൈസ് ടു 1/2 ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് ദാറ്റ് നമ്പർ. ശരിയല്ലേ? സ്ക്വയർ റൂട്ട് ആണെങ്കിൽ നമ്മൾ സാധാരണ റൂട്ട് എക്സ് എന്നാണ് വിളിക്കുക. അത് എക്സ് റൈസ് ടു 1/2 ആണ്. സാധാരണ റൂട്ട് എക്സ് എന്താണ്? എക്സ് റൈസ് ടു 1/2 ആണ്. ഇനി എനി നമ്പർ റൈസ് ടു 1/4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4th റൂട്ട് ആയിരിക്കും അല്ലേ? 4th റൂട്ട് ഓഫ് എക്സ് ആയിരിക്കും. Generally we can say that any number raised to 1/n is nth root of that number. nth root of that number. അപ്പോൾ ഇതാണ് അതിൻ്റെ ഐഡിയ. ഓക്കെ. അപ്പോൾ റൈസ് ടു 1/3 എന്ന് പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 8. 8ൻ്റെ ക്യൂബ് റൂട്ട് 2 ആണ്. 2 റൈസ് ടു 4. ശരിയല്ലേ? 2 റൈസ് ടു 4 എത്രയാണ്? 16. അപ്പം അങ്ങനെയാണ് നമുക്ക് 16 കിട്ടുക. കാൽക്കുലേറ്ററിൽ കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആൻസറായി. 16 is the required solution. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 9. അപ്പോൾ ഇതും പരീക്ഷയ്ക്ക് ഏറ്റവും പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ പട്ടികയിൽ നമുക്ക് പെടുത്താം. ലിമിറ്റ് h ടെൻസ് ടു 0 റൂട്ട് 5h + 4 -2 ഡിവൈഡഡ് ബൈ h. എങ്ങനെയാണ് സോൾവ് ചെയ്യുക? നേരത്തെ പറഞ്ഞ കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. നേരിട്ട് ലിമിറ്റ് കൊടുത്താൽ 5 into 0 എന്നുള്ളത് 0 ആവും. +4 അപ്പോൾ റൂട്ട് 4 വരും. അത് 2 ആണ്. -2 താഴെ 0 അല്ലേ? 2 - 2 0 ആണ്. 0/0 is an indeterminate form. സോ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്.
സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 റൂട്ട് 5h പ്ലസ് 4 മൈനസ് 2 ബൈ എച്ച് ആണ്. സോ കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തേ. 5h പ്ലസ് 4 മൈനസ് 2ൻ്റെ കോഞ്ചുഗേറ്റ് എന്താണ്? റൂട്ട് 5h പ്ലസ് 4 മൈനസ് 2 മാറ്റി പ്ലസ് 2 ആക്കിയാൽ മതി. അതാണ് അതിൻ്റെ കോഞ്ചുഗേറ്റ്. ഡിവൈഡഡ് ബൈ റൂട്ട് 5h പ്ലസ് 4 പ്ലസ് 2. ഓക്കെ, സെറ്റാണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. മുകളിൽ ഇപ്പോൾ ഏത് ഫോമാണ്? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ ആ റൂട്ടുള്ള ടേം 5h പ്ലസ് 4ൻ്റെ സ്ക്വയർ മൈനസ് 2ൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു എന്താണ് വരിക? റൂട്ട് ഓഫ് 5h പ്ലസ് 4 പ്ലസ് 2. സെറ്റാണേ, സംശയമൊന്നുമില്ലല്ലോ. സോ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇനി നിങ്ങൾ നോക്കുക, സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നാൽ അത് ക്യാൻസൽ ആയി പോവും. 5h പ്ലസ് 4 മാത്രമാവും. മൈനസ് 2ൻ്റെ സ്ക്വയർ 4 ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ റൂട്ട് 5h പ്ലസ് 4 പ്ലസ് 2. ക്ലിയർ ആണേ? അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് 4 മൈനസ് 4 വെട്ടാം. ഓക്കെ, 5 എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ ലിമിറ്റിൻ്റെ പുറത്തെടുക്കാമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓൾജിബ്ര ഓഫ് ലിമിറ്റ്സിൽ പഠിച്ചു. ബാക്കി വരിക ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. മുകളിൽ ഇനി ഒരു എച്ച് മാത്രമേ ഉള്ളൂ. താഴെ ഒരു എച്ച് ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ റൂട്ട് 5h പ്ലസ് 4 പ്ലസ് 2. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് വെട്ടാം? ആ എച്ച് വെച്ചും തമ്മിൽ എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. എച്ച് വെച്ചും ക്യാൻസലായി. സോ 5 ഇൻറ്റു, ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ലിമിറ്റ് കൊടുക്കാം. എച്ച് വെച്ചും പോയ മൊമെൻറ്റിൽ മുകളിലും താഴെയും 0 വരുത്തുന്ന ആൾ പോയി, ശരിയല്ലേ? ഇനിയിപ്പോൾ നമുക്ക് എച്ചിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ് വരിക? 1 ബൈ റൂട്ട് 5 ഇൻറ്റു 0 ഈസ് 0. 0 പ്ലസ് 4 ഈസ് 4 പ്ലസ് 2. സെറ്റാണേ? സോ 5 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 5 ഡിവൈഡഡ് ബൈ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ് പ്ലസ് 2. സോ 5 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 2 എത്രയാണ്? 4. 5/4 ആണ് ആൻസർ വരെ. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 10ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 10. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് 25 എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുക? ഇപ്പം നമ്മളിത് നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? എക്സിന് 5 കൊടുത്താൽ 5 മൈനസ് 5 ഡിവൈഡഡ് ബൈ 5 സ്ക്വയർ മൈനസ് 25 വരും. 5 മൈനസ് 5 0 ആണ്. 5 സ്ക്വയർ 25 മൈനസ് 25 എന്ന് വരും. ദാറ്റ് ഈസ് 0/0 ഈസ് ആൻ ഇൻഡിറ്റർമിനേറ്റ് ഫോം. ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് നേരിട്ട് ലിമിറ്റ് കൊടുക്കുന്ന പരിപാടി നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞിട്ട് വേണം ലിമിറ്റ് കൊടുക്കാൻ. എക്സ് ടെൻസ് ടു 5, മുകളിൽ എക്സ് മൈനസ് 5 ഉണ്ട്, താഴെ എക്സ് സ്ക്വയർ മൈനസ് 25നെ എങ്ങനെ എഴുതാം? 5 സ്ക്വയർ എന്ന് എഴുതാം. ശരിയാണല്ലോ? 25നെ 5 സ്ക്വയർ എന്നാക്കാം. സോ ഇപ്പോൾ ഡിനോമിനേറ്ററിൽ ഒരു റിസൾട്ടാണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നേരത്തെ പറഞ്ഞു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. സോ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5, മുകളിൽ എക്സ് മൈനസ് 5 ഉണ്ട്, താഴെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു, അതായത് എക്സ് പ്ലസ് 5 ഇൻറ്റു എ മൈനസ് ബി. ഇപ്പോൾ എക്സ് മൈനസ് 5 വരും. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 5ഉം എക്സ് മൈനസ് 5ഉം വെട്ടാം. ആ എക്സ് മൈനസ് 5 ആയിരുന്നു മുകളിലും താഴെയും 0 വരുത്തുന്നത്. എക്സിന് 5 കൊടുത്താൽ 5 മൈനസ് 5 മുകളിൽ 0 ആവും, താഴെയും 5 മൈനസ് 5 0 ആവും. ശരിയല്ലേ? അപ്പോൾ മുകളിലും താഴെയും 0 വരുത്തുന്ന ടേം പോയി. ഇനിയിപ്പോൾ നമുക്ക് നേരിട്ട് ലിമിറ്റ് കൊടുക്കാം. മുകളിൽ ഇനി 1 ഉള്ളൂ ബാക്കി. എക്സിന് 5 കൊടുത്താൽ 5 പ്ലസ് 5. ശരിയാണല്ലോ? സോ 1/10 ആണ് ആൻസർ. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. 11ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 11. ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എക്സ് പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3. നമ്മൾ നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ എക്സിന് -3 പ്ലസ് 3 എന്ന് വരും മുകളിൽ, താഴെ -3യുടെ സ്ക്വയർ 9, -3 ഇൻറ്റു 4 -12 പ്ലസ് 3 എന്ന് വരും അല്ലേ? ഇത് 0 ആവും മുകളിൽ. -3 പ്ലസ് 3 വെട്ടിയ 0. 9ഉം 3ഉം 12. 12ൽ നിന്ന് 12 കുറച്ചാലും 0. അപ്പോൾ അവിടെ എന്ത് ഫോമായി? ഇൻഡിറ്റർമിനേറ്റ് ഫോമായി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യണം. ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യണം. എങ്ങനെയാണ് ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുക? ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഒരു ഫാക്ടർ എന്തായാലും എക്സ് പ്ലസ് 3 ഉണ്ടാവും, നല്ലത് വെട്ടിപ്പോവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 നമ്പേഴ്സ് ചൂസ് ചെയ്യണം. അത് കൂട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ ഫാക്ടറൈസ് ചെയ്യാൻ നോക്കിയോണേ. എക്സ് സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3. അവിടെ നമ്മൾ സമ്മും എഴുതണം പ്രോഡക്റ്റും എഴുതണം.
ഈ സമ്മും പ്രോഡക്റ്റും വരുന്ന നമ്പർ വെച്ചിട്ടാണ് അതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുക. ഓക്കെ, ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഫാക്ടറൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾ നോക്കുക, സം എന്ന് പറയുന്നത് എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള ഈ 4 ആണ്. ഓക്കെ ആണല്ലോ? പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ നമ്പറാണ് 3. സം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എക്സിന്റെ കോയിഫിഷ്യന്റും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റും. എപ്പോൾ മാത്രം? എക്സ് സ്ക്വയറിന്റെ കോയിഫിഷ്യന്റ് 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ പറഞ്ഞേ, നമ്പേഴ്സ് ചൂസ് ചെയ്തേ. 2 നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 4 വരണം, ആ 2 നമ്പേഴ്സ് ഗുണിച്ചു കഴിഞ്ഞാൽ 3 വരണം. അപ്പൊ എങ്ങനെയായിരിക്കും ആ നമ്പേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുക? ശ്രദ്ധിച്ചിരിക്കണേ, ആ നമ്പേഴ്സ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 2 നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞാൽ 4 വരണം, ഗുണിച്ചു കഴിഞ്ഞാൽ 3 വരണം. സോ 3ഉം 1ഉമാണ് നമ്പേഴ്സ്. 3ഉം 1ഉം അല്ലേ നമ്പേഴ്സ്? 3ഉം 1ഉം കൂട്ടിയാൽ എന്താണ് വരിക? 4 ആണ് വരിക. 3ഉം 1ഉം ഗുണിച്ചാൽ എന്താണ് വരിക? 3 ആണ് വരിക. അപ്പൊ ഈ 2 നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഡിനോമിനേറ്ററിനെ എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ, ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ കാണുന്ന 2 നമ്പേഴ്സ് വെച്ച് അങ്ങ് സ്പ്ലിറ്റ് ആക്കിയാൽ മതി. എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് വരും. ശരിയല്ലേ? എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1. സംശയം ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 3x 4x ആയി, പ്ലസ് 3 ഇൻറ്റു 1 3 ആയി. ശരിയല്ലേ? അപ്പൊ എന്തായാലും ഒരു ഫാക്ടർ എക്സ് പ്ലസ് 3 വരുമെന്ന് അറിയാം, വന്നിട്ടേ കാര്യമുള്ളൂ. കാരണം മുകളിലും താഴെയും 0 ആക്കുന്ന ആൾ ക്യാൻസൽ ആയി പോകണമല്ലോ. അപ്പൊ നമ്മളിവിടെ എക്സ് പ്ലസ് 3യും എക്സ് പ്ലസ് 3യും ക്യാൻസൽ ആയി. അപ്പൊ അവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യുക? എക്സിന്റെ പ്ലേസിൽ -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1 -3 പ്ലസ് 1 ദാറ്റ് ഈസ് 1 -3 പ്ലസ് 1 എന്താണ്? -2. ഇതിന്റെ ആൻസർ എന്താണ് വരിക? മൈനസ് നമ്മൾ ഡിനോമിനേറ്ററിൽ ഇടാറില്ല, മുകളിൽ കൊടുക്കാം. -1/2 ആണ് ആൻസർ വരിക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇത് നമുക്ക് പ്രതീക്ഷിക്കാം, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ഫാക്ടറൈസേഷൻ വരുന്ന 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം നമുക്ക്. 12ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇതൊക്കെ ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങൾ തന്നെയാണേ. ലിമിറ്റ് t ടെൻസ് ടു 1 t² പ്ലസ് t -2 ബൈ t² -1 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടിക്ക് പകരം ആദ്യം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടിക്ക് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആദ്യം ലിമിറ്റ് അപ്ലൈ ചെയ്ത് നോക്കുക. ടിക്ക് 1 കൊടുത്താൽ 1² 1 പ്ലസ് 1 -2 ബൈ 1² 1 -1. സോ 1 പ്ലസ് 1 2 ആണ്. 2 -2 ബൈ 1 -1 0 ആണ്. 2 -2 0 ആണ്, ഡിവൈഡഡ് ബൈ 0. 0/0 എന്ന് പറയുന്നത് എന്ത് ഫോമാണ്? ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ് അല്ലെ? 0/0 എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഇപ്പൊ ഇൻഡിറ്റർമിനേറ്റ് ഫോം വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പഠിച്ചു? ഫാക്ടറൈസ് ചെയ്യണം. ശരിയാണല്ലോ? ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യാൻ എളുപ്പമാണ്, ഡയറക്റ്റ് റിസൾട്ട് ആണ്. 1നെ വേണമെങ്കിൽ 1ന്റെ സ്ക്വയർ എന്ന് വിളിക്കാലോ. അപ്പൊ ഡിനോമിനേറ്ററിൽ പക്കാ റിസൾട്ട് ഉണ്ട്, a² - b² a + b × a - b. ന്യൂമറേറ്ററിൽ നമ്മൾ ഈ പറയുന്ന പോലെ സമ്മും പ്രോഡക്റ്റും എടുത്ത് ഫാക്ടറൈസ് ചെയ്യണം. സോ t² പ്ലസ് t -2 ആണ് അല്ലെ? t² പ്ലസ് t -2 ആണ്. പറഞ്ഞേ, സം എന്ന് പറയുന്നത് ടിയുടെ കൂടെ നിൽക്കുന്ന ആള് 1, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് t² കോയിഫിഷ്യന്റും കോൺസ്റ്റന്റും നമ്മൾ ഗുണിക്കണം. അത് ഇവിടെ 1 ആണ്. ആ 1 -2 ഗുണിച്ചാൽ -2. നിങ്ങൾ 1 ആണെങ്കിൽ ഒന്നും നോക്കണ്ട, കോൺസ്റ്റന്റ് മാത്രം നോക്കിയാൽ മതി. എന്താണ്? -2. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്പേഴ്സ് ചൂസ് ചെയ്യാം. നമ്പേഴ്സ് പറഞ്ഞോ, 2 നമ്പർ കൂട്ടിയാൽ 1 ഗുണിച്ചാൽ 2 വരണം. 2 -1 ശരിയാവുന്നുണ്ടോ നോക്കിക്കേ. 2 -1 തമ്മിൽ കൂട്ടിയാൽ 1 ആണ്. 2 -1 തമ്മിൽ ഗുണിച്ചാൽ -2 ആണ്. ശരിയല്ലേ? യെസ്. സോ ദാറ്റ് ഈസ് ലിമിറ്റ് t ടെൻസ് ടു 1. ഇങ്ങനെ നമ്പേഴ്സ് ചൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യാന്നറിയാവോ? ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഉത്തരങ്ങൾ കാണിക്കും. ടിക്ക് നിങ്ങൾക്ക് 2 ഉത്തരങ്ങൾ കിട്ടും. ഒരു ഉത്തരം -2 ആയിരിക്കും, ഒരു ഉത്തരം 1 ആയിരിക്കും. ഇങ്ങനെ 2 ഉത്തരങ്ങൾ കാൽക്കുലേറ്റർ കാണിക്കും. ഓക്കെ, കാൽക്കുലേറ്റർ കാണിക്കുന്ന ആ ആൻസേഴ്സ് വെച്ചുകൊണ്ട് തിരിച്ച് ഫാക്ടേഴ്സ് ഉണ്ടാക്കാമല്ലോ. t = -2 എന്ന് പറയുന്ന റൂട്ട് ആണെങ്കിൽ t + 2 എന്ന് പറയുന്ന ഫാക്ടർ ആയിരിക്കും. t = 1 റൂട്ട് ആണെങ്കിൽ t - 1 ഫാക്ടർ ആയിരിക്കും. ശരിയല്ലേ? സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫാക്ടേഴ്സ് വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യാം. ഫാക്ടേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടല്ലോ, അപ്പൊ അത് അതേപോലെ അങ്ങോട്ട് കൊടുത്താൽ മതി. കാൽക്കുലേറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ശരിയാണല്ലോ? അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് 2 ആൻസേഴ്സ് കിട്ടും, -2ഉം 1ഉം കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫാക്ടേഴ്സ് ഉണ്ടാക്കാം. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് വിശ്വാസം. സമ്മും പ്രോഡക്റ്റും എടുക്കുക. 2 നമ്പേഴ്സ് ചൂസ് ചെയ്യുന്നതിന് പ്രയാസമില്ലല്ലോ. ചൂസ് ചെയ്താൽ അതേപോലെ ആ 2 നമ്പേഴ്സ് വെച്ചിട്ട് t + 2 ഇൻറ്റു
t-1. അപ്പോൾ അങ്ങനെ രണ്ട് ഫാക്ടേഴ്സ് നമുക്കായി. ശരിയാണല്ലോ. താഴെ നമുക്ക് എന്ത് ചെയ്യാം, അല്ലാണ്ട് എങ്ങനെ ചെയ്യാന്നാ പറഞ്ഞത്, കാൽക്കുലേറ്ററിൽ ഈ ക്വാഡ്രാറ്റിക് സോൾവ് ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് രണ്ട് ഉത്തരം കാൽക്കുലേറ്റർ കാണിച്ചു തരും. ആ കാണിക്കുന്ന ഉത്തരം -2 1 ആയിരിക്കും. -2 1 ഉത്തരങ്ങളാണെങ്കിൽ t = -2 ഒരു റൂട്ട് ആണെങ്കിൽ t+2 ഫാക്ടർ ആയിരിക്കും. t = 1 റൂട്ട് ആണെങ്കിൽ t-1 ഫാക്ടർ ആയിരിക്കും. ആ രണ്ട് ഫാക്ടേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ന്യൂമറേറ്ററിൽ കൊടുക്കാം. ഇങ്ങനെ രണ്ട് വഴികൾ നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇഷ്ടംപോലെ വഴികൾ വേറെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് -b +or- വെച്ച് സോൾവ് ചെയ്യുമ്പോഴും രണ്ട് ഉത്തരങ്ങൾ കിട്ടും. അതിൽ നിന്ന് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം. ഞാൻ ഏറ്റവും എളുപ്പമുള്ള വഴികൾ മാത്രം പരിചയപ്പെടുത്തി പോകുന്നേ ഉള്ളൂ കേട്ടോ. താഴെ ഒരു കറക്റ്റ് റിസൾട്ട് രൂപത്തിലാണ് t² - 1 ആണ്. അപ്പോൾ അതിനെങ്ങനെ എഴുതാം, t² - 1² t+1 × t-1 എന്ന് എഴുതിക്കൂടെ. a + b × a - b ആണ് a² - b², t² - 1. സോ അതിനെ ഞാൻ t+1 × t-1 എന്നാക്കുവാണേ. സോ ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം, t-1 t-1 ക്യാൻസൽ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ലിമിറ്റ് കൊടുക്കാം. tക്ക് 1 കൊടുത്താൽ 1 + 2 / 1 + 1 എന്ന് വരും. 2 1 3, താഴെ 1 1 2. സോ 3/2 ആണ് നമ്മുടെ ആൻസർ വരും. ഓക്കെ അല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ 12ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 13ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ലിമിറ്റ് x → -2 2x - 4 / x³ + 2x². ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എക്സിന് പകരം -2 ഡയറക്റ്റ്ലി കൊടുത്തു നോക്കുക. -2 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിറ്റർമിനേറ്റ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. കൊടുത്തു നോക്കിക്കേ, സൈഡിൽ പോയി ഒന്ന് കൊടുത്തു നോക്കാമേ നമുക്ക്. -2 കൊടുത്താൽ -2 × -2 എന്നുള്ളത് +4 ആവും. -4 / -2ന്റെ ക്യൂബ് 8 ആണ്, -8 ആണ്. ശരിയല്ലേ. 2 × -2ന്റെ സ്ക്വയർ 4 ആണ്. 2 × 4 +8 വരും അല്ലെ. +4 - 4 മുകളിൽ 0 കിട്ടും. -8 +8 താഴെയും 0 കിട്ടും. 0/0 is an indeterminate form. സോ വി നീഡ് ടു സോൾവ് ദിസ്. ശരിയാണല്ലോ. എങ്ങനെയാണ് സോൾവ് ചെയ്യുക, ലിമിറ്റ് x → -2, ന്യൂമറേറ്ററിൽ നിന്ന് -2 ഇങ്ങോട്ട് പുറത്തെടുത്താൽ ബാക്കി x + 2 ഉണ്ടാവും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്താണ് വരിക, -2x തിരിച്ചു കിട്ടും. -2 × +2 -4 തിരിച്ചു കിട്ടും. ഓക്കെ അല്ലേ. താഴെ എന്ത് ഔട്ട്സൈഡ് എടുക്കാം, x² ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി വരിക എന്താണ്, x + 2 ആണ്. ശരിയാണല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ എന്താണ് കിട്ടുക, x³ + 2x² തിരിച്ചു കിട്ടും. മുകളിലും താഴെയും 0 ആക്കുന്ന ആൾ പോയില്ലേ, x + 2 ക്യാൻസൽ ഔട്ട് ചെയ്യാം. സോ ബാക്കി വരിക എന്താണ്, ലിമിറ്റ് x → -2 -2 / x². എക്സിന് എന്ത് കൊടുക്കുക, -2 കൊടുക്കുക. -2 / എക്സിന് -2 കൊടുത്താൽ -2ന്റെ സ്ക്വയർ എടുക്കുക. സോ -2 / 4 എന്ന് വരും. സോ കട്ട് ചെയ്താൽ -1/2 എന്ന് വരും. ഓക്കെ. സോ -1/2 ആണ് നമ്മുടെ ആൻസർ വരിക. ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 14ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 14. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താം. ലിമിറ്റ് x → 1 x⁻⁻1 - 1/x - 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ 1 anything is 1 itself -1/1 - 1. 0/0 is an indeterminate form. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ലിമിറ്റ് x → 1. ഇവിടെ നമ്മൾ വലിയ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. x⁻⁻1 x⁻⁻n ക്യാൻ ബി റിട്ടൺ ആസ് 1/x⁻n. ശരിയല്ലേ. x⁻⁻1നെ 1/x എന്ന് എഴുതാം. -1/x - 1 എന്ന് വരും. ഇവിടെ ഒരു /1 കൊടുത്തിട്ട് എന്ത് ചെയ്യുക, മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം. സോ ലിമിറ്റ് x → 1 ക്രോസ് ചെയ്താൽ എന്താണ്, 1 × 1 1, 1 × x x, താഴെ 1 × x x ഹോൾ ഡിവൈഡഡ് ബൈ x - 1 ഉണ്ട്. ശരിയല്ലേ. x - 1നെ നമുക്ക് എങ്ങനെ എഴുതാം, -1 - x എന്ന് എഴുതാലോ. ശരിയല്ലേ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ. -1 - 1 തിരിച്ചു കിട്ടുന്നുണ്ട്. -1 - x +x തിരിച്ചു കിട്ടുന്നുണ്ട്. ശരിയല്ലേ. ഇപ്പൊ x - 1നെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതാം, -1 - x എന്ന് എഴുതാം. അങ്ങനെ എഴുതുന്നതിന് ഒരു കാരണമുണ്ട്. കാരണം ഇപ്പൊ എല്ലാവർക്കും പിടികിട്ടി കാണും. x - 1നെ -1 - x എന്ന് എഴുതുന്നതിന് കാരണം ഇപ്പൊ പിടികിട്ടിയോ. എന്തിനു വേണ്ടിയാ, രണ്ടുപേരും അങ്ങോട്ട് ക്യാൻസൽ ഔട്ട് ചെയ്യുക. 1 - x പോയി, 1 - x പോയി. അതായിരുന്നു മുകളിലും താഴെയും 0 ഉണ്ടാക്കുന്നത്. 1 - 1 0, താഴെയും 1 - 1 0 ഉണ്ടാക്കുന്ന ആള് പോയി. ഇനിയിപ്പോൾ ബാക്കി നിൽക്കുന്നവരൊക്കെ ഒന്ന് ഒരുമിച്ച് എഴുതിക്കേ. ലിമിറ്റ് x → 1. ഒരു മൈനസ് ഉണ്ട്, അത് ഞാൻ ഇവിടെ കൊടുത്തു. ഒരു 1 ഉണ്ട് മുകളിൽ, താഴെ ഒരു x ഉണ്ട്. ഓക്കെ ആണല്ലോ. 1 - x പോയി കഴിഞ്ഞാൽ ബാക്കി ഇത്രയും പേരാണ് ഉണ്ടാവുക. ഇനി എക്സിന് 1 കൊടുക്കുക. -1/x 1 കൊടുത്താൽ 1. -1/1 എന്താണ്, -1 തന്നെയാണ് ആൻസർ കിട്ടുക. അപ്പൊ ഇതാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 4 മൈനസ് 1 ബൈ എക്സ് ക്യൂബ് മൈനസ് 1 എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. എങ്ങനെയാണ് ഇത് ചെയ്യുക? ഇത് ഓൾറെഡി നമ്മൾ ഒരു റിസൾട്ട് ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 4 1നെ 1 റൈസ് ടു 4 എന്ന് എഴുതാം. താഴെ എക്സ് ക്യൂബ് മൈനസ് 1നെ 1 ക്യൂബ് എന്ന് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഇത് ഇന്നലെ പഠിച്ച റിസൾട്ടാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ. നമ്മൾ എം വെച്ചിട്ടാണ് പഠിച്ചത്. എക്സ് റൈസ് ടു എം മൈനസ് എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ. ദാറ്റ് ഈസ് എം ബൈ എൻ ഇൻറ്റു എ റൈസ് ടു എം മൈനസ് എൻ. ഇങ്ങനെ ഒരു റിസൾട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഇത് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ എന്ത് വരും? 4/3 ഇൻറ്റു 1 റൈസ് ടു 4 മൈനസ് 3 എന്ന് വരും. ശരിയല്ലേ? സോ ഒരു 2 മാർക്ക് 1 മാർക്ക് ഒക്കെ ആണെങ്കിൽ ഇത് മതിയാവും. 4/3 ഇൻറ്റു 1 റൈസ് ടു എനിത്തിങ് ഈസ് 1 ഇറ്റ് സെൽഫ്. ദാറ്റ് വിൽ ബിക്കം 4/3. ഇനി ഇതൊന്ന് കുറച്ച് മാർക്ക് കൂട്ടി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ വഴി തന്നെ ഈ പറയുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ നിന്ന് മാറേണ്ടി വരും. നേരിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ആണ് അല്ലേ? 1 മൈനസ് 1 മുകളിൽ 0 ആണ്, താഴെയും 1 മൈനസ് 1 0 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ നിന്ന് മാറാം എന്നുള്ളത് ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ മെത്തേഡും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓൾജിബ്രായിക് സിംപ്ലിഫിക്കേഷൻ കൂടെ കാണിച്ചു തരാം. എങ്ങനെ ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 4നെ എക്സ് സ്ക്വയറിൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. ശരിയാണല്ലോ? 1നെ 1 സ്ക്വയർ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് മൈനസ് 1നെ 1 ക്യൂബ് എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? ഇനി ന്യൂമറേറ്ററിൽ ഏത് റിസൾട്ടാണ്? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ദാറ്റ് വിൽ ബിക്കം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അത് അപ്ലൈ ചെയ്യാലോ? സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് വരും. ശരിയല്ലേ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. താഴെ ഒരു റിസൾട്ട് വരുന്ന ഏതാണ്? എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ആണ് അല്ലേ? എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. ഇത് പലർക്കും അറിയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. എ ക്യൂബ് മൈനസ് ബി ക്യൂബും കൂടെ പ്രത്യേകം നോട്ട് ചെയ്യുക. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഓക്കെ, എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. പലയിടത്തും നിങ്ങൾക്ക് സിംപ്ലിഫിക്കേഷനിൽ യൂസ് ആവും. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി. 2ab ഇല്ല, എ ബി പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ അത് വെച്ചിട്ട് എ ക്യൂബ് മൈനസ് ബി ക്യൂബ്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എക്സ് മൈനസ് 1 ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ, എ ബി എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 1 എക്സ് പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ 1. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 1നെ എങ്ങനെ എഴുതാം? എക്സ് സ്ക്വയർ മൈനസ് 1നെ വേണമെങ്കിൽ 1 സ്ക്വയർ എന്ന് എഴുതാം. എഗെയിൻ മുകളിലത്തെ റിസൾട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അതായത് എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1. ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 1ന് പകരം ഞാൻ എന്ത് കൊടുക്കുകയാണ്? എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 കൊടുക്കുകയാണ്. താഴെ എന്തുണ്ട്? എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? മുകളിലും താഴെയും 0 വരുത്തുന്നത് എക്സ് മൈനസ് 1 ആയിരുന്നു. 1 മൈനസ് 1 മുകളിൽ 0 ആക്കും, താഴെയും 1 മൈനസ് 1 0 ആക്കും. അപ്പോൾ എക്സ് മൈനസ് 1 ക്യാൻസലായി. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ലിമിറ്റ് കൊടുക്കാം. എക്സിന് 1 കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1. 1 സ്ക്വയർ പ്ലസ് 1, 1 പ്ലസ് 1 2. താഴെ 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 എന്ന് പറയുന്നത് എന്താണ്? സോ 1 സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു ഇവിടെ ഒരു 1 പ്ലസ് 1 ഉണ്ട്, 1 പ്ലസ് 1 ഉണ്ട്. ആ ഒരു 2 കൂടെ മുകളിൽ വരും. താഴെ 1 സ്ക്വയർ 1 പ്ലസ് 1 പ്ലസ് 1 3. സോ 2 ഇൻറ്റു 2 4/3 ആണ് ആൻസർ വരും. ശരിയല്ലേ? 4/3 ആണ് ആൻസർ വരും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എക്സ് കാണുന്നിടത്തൊക്കെ 1 കൊടുക്കുക. ഈ എക്സ് കാണുന്നിടത്തൊക്കെ 1 കൊടുക്കുക. ഇവിടെയും 1 കൊടുക്കുക, ഇവിടെയും 1 കൊടുക്കുക. ശരിയല്ലേ? അപ്പോൾ എന്താണ് വരിക? ഒന്നുകൂടെ ചെയ്യാം. 1 സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് 1 പ്ലസ് 1 2 ഇൻറ്റു 1 പ്ലസ് 1 2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1 പ്ലസ് 1 3. ഇപ്പോഴും ഇതേ ആൻസർ തന്നെയല്ലേ കിട്ടുക? 4/3. നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ആൻസറിന് വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷേ മാർക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ, കൂടിയ മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഒരു സിംപ്ലിഫിക്കേഷൻ സ്ട്രാറ്റജി തന്നെ ഫോളോ ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി റിസൾട്ട് വെച്ചിട്ടാണെങ്കിൽ റിസൾട്ടൊക്കെ എഴുതി ഹൈലൈറ്റ് ചെയ്ത് ബോക്സ് വരച്ചൊക്കെ ഇട്ടിട്ട് വേണം റിസൾട്ട് വെച്ച് ചെയ്യാൻ കേട്ടോ. ചുമ്മാ അങ്ങ് റിസൾട്ട് യൂസ് ചെയ്യരുത്. റിസൾട്ട് എഴുതി അത് ബോക്സ് വരച്ചൊക്കെ ഇട്ടിട്ട് വേണം റിസൾട്ട് കൊടുക്കാൻ.
ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതായിരുന്നു നമ്മുടെ 15ാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോളൂ. 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ 16. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 9 റൂട്ട് എക്സ് മൈനസ് 3/(x-9). നേരിട്ട് ലിമിറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താണ് വരിക? റൂട്ട് 9 മൈനസ് 3/9 - 9 എന്ന് വരും. റൂട്ട് 9 3 ആണ്. 3 - 3/9 - 9 എന്ന് വരും. 3 - 3 0 ആണ്. 9 - 9 0 ആണ്. 0/0 എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ഇൻഡിറ്റർമിനേറ്റ് ഫോമിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു 9 റൂട്ട് എക്സ് മൈനസ് 3/(x-9) ആണ്. എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് എഴുതാം. മൈനസ് 9നെ എങ്ങനെ എഴുതാം? 3² എന്ന് എഴുതാം. വെറും എക്സിനെ എങ്ങനെ എഴുതാം? റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് എഴുതാം. ശരിയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആണ്. 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. ശരിയാണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 9. റൂട്ട് എക്സിന്റെ സ്ക്വയർ എക്സ് ആണ്. 3യുടെ സ്ക്വയർ 9 ആണ്. ബാക്കി വരിക റൂട്ട് എക്സ് മൈനസ് 3 താഴെ ഏത് ഫോമായി? a² മൈനസ് b² ഫോമായി. ദാറ്റ് വിൽ ബിക്കം a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരിക? റൂട്ട് എക്സ് പ്ലസ് 3 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 3 എന്നാണ് വരിക അല്ലെ? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി അപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് എക്സ് പ്ലസ് 3 ഇൻറ്റു റൂട്ട് എക്സ് മൈനസ് 3. അപ്പോൾ ഇവിടെ മുകളിലും താഴെയും 0 ആക്കുന്ന പർട്ടിക്കുലർ ടേം റൂട്ട് എക്സ് മൈനസ് 3 ആയിരുന്നു. എക്സിന് 9 കൊടുത്താൽ റൂട്ട് 9 3 മൈനസ് 3 0 ആകുമായിരുന്നു. അപ്പോൾ ആ ടേം നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. റൂട്ട് എക്സ് മൈനസ് 3 പോയി. ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം. എക്സിന് 9 കൊടുത്താൽ എന്താണ് വരിക? 1/√9 പ്ലസ് 3 എന്നാണ് വരിക. 1/√9 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 പ്ലസ് 3 എന്ന് വരും. സോ 1/6 ആണ് ആൻസർ വരും. 1/6 വിൽ ബിക്കം ദ സൊല്യൂഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 17ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 17. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4x മൈനസ് x² മൈനസ് റൂട്ട് എക്സ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 4. മുകളിൽ ഇപ്പം നിലവിൽ ഔട്ട്സൈഡ് എടുക്കാൻ പറ്റുന്ന ഒരാൾ എക്സേ ഉള്ളൂ അല്ലെ? ഇപ്പോൾ എക്സ് ഇങ്ങോട്ട് പുറത്തെടുത്ത് നിർത്താം. ബാക്കി വരെ എന്താണ്? 4 - x എന്നാണ് വരിക. ശരിയാണല്ലോ? 4 - x. ആ കാര്യത്തിൽ സംശയമില്ലല്ലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 4x മൈനസ് x² തിരിച്ചു കിട്ടും. ഡിവൈഡഡ് ബൈ 2 മൈനസ് റൂട്ട് എക്സ് നമുക്കൊന്നും ചെയ്യാനില്ല. ഇനി ഇവിടെ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 4. നിലവിൽ ലിമിറ്റ് കൊടുത്താൽ 0 ആയി പോകുന്നുണ്ടോ എന്നുള്ളതും കൂടെ നോക്കിക്കോണേ. 4 × 4 - 4 മുകളിൽ 0 ആണ്. 2 മൈനസ് റൂട്ട് 4. റൂട്ട് 4 2 ആണ്. 2 മൈനസ് 2 0 ആണ്. അപ്പം ഇൻഡിറ്റർമിനേറ്റ് ആണ്. അപ്പം ഫർദർ സിംപ്ലിഫിക്കേഷൻ ഇല്ലാണ്ട് നമുക്കൊരു ഫൈനൈറ്റ് ഉത്തരം കിട്ടില്ല. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എന്താണ് വരിക? മുകളിൽ നമുക്ക് എക്സ് ഇൻറ്റു 4നെ 2ന്റെ സ്ക്വയർ ആണല്ലോ 4. എക്സിനെ ഞാൻ റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്ന് എഴുതാം. അതൊക്കെയാണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. 2ന്റെ സ്ക്വയർ 4 ആണ്. ഹൈലൈറ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചോണേ. ലേസർ പോയിന്റർ വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന ശ്രദ്ധിച്ചോണേ. ഈ കാണുന്ന 2ന്റെ സ്ക്വയർ ഈ കാണുന്ന 4 ആണ്. റൂട്ട് എക്സിന്റെ സ്ക്വയർ എക്സ് ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്ന കഥ പിടികിട്ടിയോ? ഈ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്ന കഥ പിടികിട്ടിയല്ലോ. സെറ്റ് അല്ലേ? സംശയമില്ലല്ലോ. 4നെ ഞാൻ എങ്ങനെ എഴുതി? 2ന്റെ സ്ക്വയർ ആണ് 4. റൂട്ട് എക്സിന്റെ സ്ക്വയർ ആണ് എക്സ്. ഇനി അവിടെ റിസൾട്ട് കൊടുക്കാനാ. താഴെ 2 മൈനസ് റൂട്ട് എക്സ് ഉണ്ട്. ഓക്കെ. ഇനി മുകളിൽ ഏത് റിസൾട്ടായി? a² മൈനസ് b². a² മൈനസ് b² എന്താണെന്നറിയാം? a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി ആണെന്നറിയാം. ശരിയല്ലേ? അപ്പോൾ ആ റിസൾട്ട് കൊടുക്കുമ്പോൾ എന്താണ് വരിക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 എക്സ് ഇൻറ്റു ഇവിടെ a പ്ലസ് ബി 2 പ്ലസ് റൂട്ട് എക്സ് ഇൻറ്റു a മൈനസ് ബി എന്താണ്? 2 മൈനസ് റൂട്ട് എക്സ് ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്? ഒരു 2 മൈനസ് റൂട്ട് എക്സ് ഉണ്ട്. അപ്പോൾ ആ 2 മൈനസ് റൂട്ട് എക്സ് ആയിരുന്നു മുകളിലും താഴെയും 0 ഉണ്ടാക്കുന്നത്. അപ്പോൾ അതങ്ങ് പോയി കിട്ടി. 2 മൈനസ് റൂട്ട് എക്സ് ക്യാൻസലായി. ഇനി ഇപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എക്സിന് 4 കൊടുക്കാം. 4 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 4 എന്നാണ് ആൻസർ വരിക. സോ 4 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 4 എന്താണ്? 2. സോ 4 ഇൻറ്റു 2 പ്ലസ് 2 4 ആണ്. 4 ഇൻറ്റു 4 എത്രയാണ്? 16 ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഇതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. കറക്റ്റായിട്ട് ചെയ്ത് പഠിച്ചോണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 18ാമത്തെ ചോദ്യം. ഇനി ഇൻഫിനിറ്റി വരികയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആൻസർ ചെയ്യാന്നുള്ളതാണ് നമ്മൾ അടുത്ത നോക്കേണ്ടത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3x² പ്ലസ് 2x മൈനസ് 1/2x² പ്ലസ് x പ്ലസ് 1.
അപ്പോൾ നമ്മൾ എക്സിന് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ 3 ഇൻറ്റു ഇൻഫിനിറ്റിയുടെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇൻഫിനിറ്റി മൈനസ് 1. ഇൻഫിനിറ്റിയുടെ കൂടെ എന്ത് ചെയ്താലും, എന്ത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്താലും ഉത്തരം ഇൻഫിനിറ്റി തന്നെയാണ്. ഇൻഫിനിറ്റിയെ സ്ക്വയർ എടുത്താലോ ഇൻഫിനിറ്റിയുടെ കൂടെ 2 കൂട്ടിയാലോ ഇൻഫിനിറ്റിയിൽ നിന്ന് 1 കുറച്ചാലോ എനിവേ ദ ആൻസർ വിൽ ബിക്കം ഇൻഫിനിറ്റി. താഴെയും ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്താണെന്ന് അറിയാം? ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണെന്ന് അറിയാം. ഇൻഫിനിറ്റി വെച്ചിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്ത് 0 കിട്ടണമെങ്കിൽ ഒരു നമ്പർ ബൈ ഇൻഫിനിറ്റി വരണം. സംതിങ് ഒരു നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി ആണെങ്കിൽ ആൻസർ എന്താണ്? 0 ആണ്. ഒരു നമ്പർ ബൈ ഇൻഫിനിറ്റി ആണെങ്കിൽ ആൻസർ എന്താണ്? 0 ആണ്. അപ്പം അങ്ങനെ കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഹയസ്റ്റ് പവർ ഓഫ് എക്സ് വരുന്ന ടേമിനെ കോമൺ ആയിട്ട്, ആ എക്സ് ടേമിനെ മാത്രം കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുക. ഇവിടെ എക്സ് സ്ക്വയർ ആണ് ഹയസ്റ്റ്, എക്സ് അതിനേക്കാൾ ചെറുതാണ് അല്ലെ. 1 എന്ന് പറയുമ്പോൾ അവിടെ എക്സേ ഇല്ല. അപ്പൊ എക്സ് സ്ക്വയർ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുക്കുക. ബാക്കി വരിക 3 പ്ലസ് 2x നിന്ന് ഒരു എക്സ് പോയിട്ടുണ്ട്, ബാക്കി ഒരു എക്സ് നേരെ താഴെ വരും. ശരിയല്ലേ? സംശയന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയോളൂ. 3 ഇൻറ്റു എക്സ് സ്ക്വയർ 3x സ്ക്വയർ തിരിച്ചു കിട്ടുന്നുണ്ട്. എക്സ് സ്ക്വയർ ഇൻറ്റു 2/x, ഒരു എക്സും എക്സും വെട്ടിയ 2x തിരിച്ചു കിട്ടും. ഇവിടെ 1/x സ്ക്വയർ വരും. ശരിയല്ലേ? ബ്രാക്കറ്റ് ഉള്ളിലേക്ക് കൊടുത്താൽ എക്സ് സ്ക്വയറും വെട്ടിയ 1 തിരിച്ചു കിട്ടും. ഡിവൈഡഡ് ബൈ താഴെയും അതേ ടേം എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ 2 പ്ലസ് 1/x പ്ലസ് 1/x സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? സംശയന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. 2 ഇൻറ്റു എക്സ് സ്ക്വയർ 2x സ്ക്വയർ, 2 ഇൻറ്റു 1/x, ഒരു എക്സും വെട്ടിയ എക്സ് തിരിച്ചു കിട്ടും. എക്സ് സ്ക്വയറും വെട്ടിയ 1 തിരിച്ചു കിട്ടും. ശരിയാണല്ലോ? ഇനി നമുക്ക് എന്തൊക്കെ വെട്ടാം? എക്സ് സ്ക്വയറും വെട്ടാം. ഇനിയിപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ലിമിറ്റ് കൊടുക്കാം. 3 പ്ലസ് 2/ഇൻഫിനിറ്റി എന്ന് വരും, മൈനസ് 1/ഇൻഫിനിറ്റി സ്ക്വയർ എടുത്താലും ഇൻഫിനിറ്റി തന്നെയാണ്. 2 പ്ലസ് 1/ഇൻഫിനിറ്റി വരും, പ്ലസ് 1/ഇൻഫിനിറ്റി സ്ക്വയർ എടുത്താലും ഇൻഫിനിറ്റി. ഒരു നമ്പർ ബൈ ഇൻഫിനിറ്റി എന്താണെന്ന് പഠിച്ചു നമ്മൾ? 0 ആണെന്ന് പഠിച്ചു അല്ലെ? നമ്പർ ബൈ ഇൻഫിനിറ്റി ആണ് 0. ഇപ്പോൾ 3 പ്ലസ് 2/ഇൻഫിനിറ്റി 0. 2 ഒരു നമ്പർ ആണല്ലോ. 1/ഇൻഫിനിറ്റി 0. 2 പ്ലസ് 1/ഇൻഫിനിറ്റി 0. 1/ഇൻഫിനിറ്റി 0. ആൻസർ എന്താണ്? 3/2 തന്നെയാണ് ആൻസർ വരും. ഓക്കെ, 3/2 തന്നെയാണ് ആൻസർ വരും. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇത് ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഇൻഫിനിറ്റി ആണ് ലിമിറ്റ് എങ്കിൽ, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, എക്സിലൊക്കെ ഉള്ള ഒരു പോളിനോമിയൽ ആണ് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ന്യൂമറേറ്ററിൽ എക്സിന്റെ ഹയസ്റ്റ് പവർ വരുന്ന ഏതാണെന്ന് നോക്കുക. ഹയസ്റ്റ് പവർ എക്സ് സ്ക്വയർ ആണ് അല്ലെ? അതിന്റെ കോയിഫിഷ്യന്റ് എടുക്കുക 3, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലും എക്സിന്റെ ഹയസ്റ്റ് പവർ വരുന്നത് നോക്കുക. ആരാണ്? എക്സ് സ്ക്വയർ ആണ്. അതിന്റെ കോയിഫിഷ്യന്റ് എടുക്കുക 2. ആ 3/2 ആയിരിക്കും ആൻസർ. അതെല്ലായ്പ്പോഴും അങ്ങനെ വരുള്ളൂ ഇൻഫിനിറ്റി ആണെങ്കിൽ. ഓക്കെ, സ്റ്റെപ്പ് എഴുതി കാണിക്കണമെങ്കിൽ ഇതൊക്കെയാണ് സ്റ്റെപ്സ്. ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ ഒന്ന് വെരിഫൈ ചെയ്തോന്ന് നോക്കണമെങ്കിൽ, കിട്ടിയ ആൻസർ വെരിഫൈ ആണോ നോക്കാം, ഇങ്ങനെ വെരിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, ഒറ്റ നോട്ടത്തിൽ ഉത്തരം പറയാവുന്ന ചോദ്യമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാമെന്ന് വിചാരിക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 4x³ പ്ലസ് 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x³ പ്ലസ് 2x പ്ലസ് 1. ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഇതിന്റെ ആൻസർ എങ്ങനെ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും? ഇവിടെ ഹയസ്റ്റ് പവർ ഓഫ് എക്സ് നോക്കുക. ഹയസ്റ്റ് പവർ ഓഫ് എക്സുകൾ സെയിം ആവുകയും വേണം കേട്ടോ. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇവിടെ എക്സ് സ്ക്വയറും ഇവിടെ എക്സ് സ്ക്വയറും. ഹയസ്റ്റ് പവർ ഓഫ് എക്സ് സെയിം ആവുകയും വേണം കേട്ടോ. സെയിം അല്ലെങ്കിൽ ആൻസർ തെറ്റും. സെയിം അല്ലെ സെയിം ആക്കിയിട്ട് വേണം ചെയ്യാൻ. അങ്ങനത്തെ 1-2 എക്സാമ്പിൾ ഞാൻ വേണം കാണിച്ചു തരാം. ഇവിടെ നമ്മൾ നോക്കുക. ഇവിടുത്തെ ഹയസ്റ്റ് പവർ ഓഫ് x³ ആണ് അല്ലെ? x³ ആണ്. ശരിയാണല്ലോ? അതിന്റെ കോയിഫിഷ്യന്റ് 4 ആണ്. താഴെ ഹയസ്റ്റ് പവർ x³ തന്നെയാണ് അല്ലെ? ബാക്കിയെല്ലാം അതിനേക്കാൾ കുറവാണ്. അതിന്റെ കോയിഫിഷ്യന്റ് 2 ആണ്. അപ്പോൾ 4/2 ആൻസർ എന്തായിരിക്കും? 2 ആയിരിക്കും. ഇൻഫിനിറ്റി ആയിരിക്കണേ ലിമിറ്റ്. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം വരികയാണെന്ന് വിചാരിക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. ഇപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ 4x² പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2x² പ്ലസ് 2. ഇങ്ങനെയൊക്കെയാണ് ചോദ്യമെങ്കിൽ എന്താണ് ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഹയസ്റ്റ് പവർ ഇവിടെ x² ആണ്, താഴെ x² ആണ്. അങ്ങനെയാണെങ്കിൽ ആ കോയിഫിഷ്യന്റ് അങ്ങ് ഹരിച്ചാൽ മതി. 4/2 ആൻസർ എന്താക്കാം? 2 ആക്കാം. ശരിയല്ലേ? ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, ഹയസ്റ്റ് പവർ ഡിഫറൻ്റ് ആയിട്ട് വരികയാണെന്ന് വിചാരിക്കുക. x³ പ്ലസ് 3x² പ്ലസ് 2x മൈനസ് 1 ഡിവൈഡഡ് ബൈ x² പ്ലസ് 2x പ്ലസ് 1. ഇങ്ങനെയാണ് ചോദ്യം എന്ന് വിചാരിക്കുക. ഇവിടെ ന്യൂമറേറ്ററിൽ എക്സിന്റെ ഹയസ്റ്റ് പവർ x³ ആണ്, ഡിനോമിനേറ്ററിൽ x² സെയിം അല്ല.
അപ്പോൾ സെയിം ആക്കാൻ വേണ്ടി ഞാൻ താഴെ ചുമ്മാ ഒരു 0x³ കയ്യിൽ നിന്നിട്ട് കൊടുക്കും. 0x³ കൊടുത്താൽ നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ലല്ലോ, വിലയ്ക്ക് വ്യത്യാസമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇനി നിങ്ങൾ നോക്കുക, അപ്പോൾ സെയിം അല്ലെങ്കിൽ സെയിം ആക്കിയിട്ട് ചെയ്യണം. ഇവിടെ ഹയസ്റ്റ് പവർ 1 ആണ്. ആ 1 ഡിവൈഡഡ് ബൈ ഇവിടുത്തെ ഹയസ്റ്റ് പവർ x³ കോയിഫിഷ്യന്റ് 0 ആണ്. ശരിയല്ലേ? ആ 1/0 എന്നുള്ളത് നമ്പർ ബൈ 0 എന്നുള്ളത് ഇൻഫിനിറ്റി ആണ്. ഓക്കെ, എപ്പോഴും ആലോചിക്കുക, ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 0 വരികയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഒരു നമ്പർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. ശരിയല്ലേ? ഇത് രണ്ടും അറിഞ്ഞിരിക്കണം. 1/∞ എന്താണ്? 0 ആണ്. ഇനി മറ്റൊരു പോസിബിലിറ്റി നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി x² പ്ലസ് x മൈനസ് 1 ഡിവൈഡഡ് ബൈ x³ പ്ലസ് 2x പ്ലസ് 3. ഇങ്ങനെയാണ് ചോദ്യം എന്ന് വെച്ചാൽ. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ന്യൂമറേറ്ററിൽ ഹയസ്റ്റ് പവർ വരുന്നത് x² ആണ് അല്ലേ? ഡിനോമിനേറ്ററിൽ x³ ആണ്. അപ്പോൾ ക്യൂബ് ആണ് അൾട്ടിമേറ്റ്ലി ദ ഹയസ്റ്റ്. അപ്പോൾ അത് ഡിനോമിനേറ്ററിലാണ്, അതിൻ്റെ കോയിഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൽ ഞാനൊരു 0x³ കയ്യിൽ നിന്നിട്ട് കൊടുക്കണം, എങ്കിലേ കോയിഫിഷ്യന്റ് സെയിം ആക്കിയിട്ട് ആ സെയിം ആയിട്ട് വരുന്ന ആൾക്കാരെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ x³ കോയിഫിഷ്യന്റ് ആരാണ്? 0 ആണ്. ഡിവൈഡഡ് ബൈ താഴെ x³ കോയിഫിഷ്യന്റ് ആരാണ്? 1 ആണ്. 0/1 എന്ന് പറഞ്ഞ ആൻസർ എന്ത് വരും? 0 വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ട്രിക്ക് പറഞ്ഞു തന്നെയാണ് ആൻസർ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി ഇൻഫിനിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സ്റ്റെപ്പ് തന്നെ ഫോളോ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് 19ാമത്തെ ചോദ്യം നോക്കുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 19. ലിമിറ്റ് x ടെൻസ് ടു ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാം. x² കോയിഫിഷ്യന്റ് ഹയസ്റ്റ് x² ആണ് 4, താഴെ ഹയസ്റ്റ് x² ആണ്, കോയിഫിഷ്യന്റ് 4/2, 2 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി നിങ്ങൾക്ക് 2 or 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തായാലും സ്റ്റെപ്പ് നമ്മൾ കാണിക്കേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി സ്റ്റെപ്പും കൂടെ എഴുതി പഠിക്കാം. x ടെൻസ് ടു ഇൻഫിനിറ്റി, ന്യൂമറേറ്ററിൽ നിന്ന് x² പുറത്ത്, ഹയസ്റ്റ് പവർ എന്താണോ അത് പുറത്തെടുക്കുക, ബാക്കി വരിക 4 മൈനസ് 1/x പ്ലസ് 2/x² ആയിരിക്കും അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 4x² മൈനസ് x പ്ലസ് 2 തന്നെ തിരിച്ചു കിട്ടും. ഡിനോമിനേറ്ററിൽ നമ്മൾ x² ഔട്ട്സൈഡ് എടുത്താൽ ബാക്കി വരിക 2 പ്ലസ് 3/x മൈനസ് 1/x² ആയിരിക്കും അല്ലേ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ 2x², x വെട്ടിയ 3x മൈനസ് x² വെട്ടിയാൽ 1. അപ്പോൾ ഇവിടെ നമ്മൾ x²ഉം ക്യാൻസൽ ഔട്ട് ചെയ്യുക. ഇനി നമ്മൾ x-ന് ഇൻഫിനിറ്റി കൊടുക്കുക. 4 മൈനസ് 1/∞ പ്ലസ് 2/∞² ഇൻഫിനിറ്റി ആണ്. 2 പ്ലസ് 3/∞ മൈനസ് 1/∞² ഇൻഫിനിറ്റി ആണ്. 4 ഡിവിഷൻ ബൈ ഇൻഫിനിറ്റി, നമ്പർ ബൈ ഇൻഫിനിറ്റി എന്താണ്? 0 ആണ് അല്ലേ? നമ്പർ ബൈ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ അതെല്ലാം 0 ആക്കി, ബാക്കി വരിക 4/2 ആണ്. 4/2 എന്താണ് ആൻസർ വരിക? 2 ആണ് ആൻസർ വരിക. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്ത് നമുക്ക് ലിമിറ്റ്സ് അവസാനിപ്പിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യാം? അടുത്ത ടോപ്പിക്കായിട്ടുള്ള കണ്ടിന്യൂറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, 20ാമത്തെ ചോദ്യം നോക്കുകയുള്ളൂ. ഇപ്പോൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും എടുത്തിട്ടുണ്ട്, ഇതിനപ്പുറത്തേക്കൊന്നും പോകാൻ സാധ്യതയില്ല. ലിമിറ്റ് x ടെൻസ് ടു 0, 1 പ്ലസ് എക്സ് പ്ലസ് സൈൻ x ബൈ 3 cos x എന്നാണ് ചോദ്യം. നേരിട്ട് ലിമിറ്റ് കൊടുക്കുക. 1 പ്ലസ് എക്സിന് 0 കൊടുക്കുക, സൈൻ 0 0 ആണ്, 3 ഇൻറ്റു കോസ് 0 1 ആണ്. ഓക്കെ, അപ്പോൾ മുകളിൽ 1 വരും, താഴെ 3 വരും. 1/3 ആണ് ആൻസർ വരും. ഇതൊക്കെയാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള സോൾവ് ആയിട്ടുള്ള എക്സാമ്പിൾസ്. അപ്പോൾ ഇതെല്ലാം തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അടുത്ത ക്ലാസ്സിൽ ലിമിറ്റ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കണ്ടിന്യൂറ്റി എന്നുള്ള ടോപ്പിക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സി.